OLED ഡിസ്പ്ലേ വരുന്ന ഫോൺസിൽ പ്രധാനമായിട്ട് കണ്ടുവരുന്നൊരു കംപ്ലൈൻ്റ് ആണ് വെർട്ടിക്കൽ ആയിട്ടുള്ള ഗ്രീൻ ലൈൻസ്. ഈ ഒരു കംപ്ലൈൻറ്റ് എന്തുകൊണ്ടാണ് വരുന്നത്, ഈ കംപ്ലൈൻറ്റ് എങ്ങനെയാണ് വരുന്നത്, ഈ ഒരു കംപ്ലൈൻറ്റിൻ്റെ സൊല്യൂഷൻ എന്താണെന്നുള്ള കാര്യമെല്ലാം നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ഒരു വീഡിയോ അവസാനം വരെയായിട്ട് കാണുക. നിങ്ങളുടെ ഫോണിലും ഈ ഒരു കംപ്ലൈൻറ്റ് വരാനുള്ള ചാൻസ് വളരെ 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 കൂടുതലാണ്. അപ്പോൾ നിങ്ങൾ ഈ ഒരു വീഡിയോ അവസാനം വരെ കണ്ടിരിക്കുക. ഇതിൻ്റെ സൊല്യൂഷൻസും കാര്യങ്ങളൊക്കെ നമ്മൾ ഈ വീഡിയോയിൽ തന്നെ പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. സോഷ്യൽ മീഡിയാസിൽ ഈ ഒരു കംപ്ലൈൻറ്റ് ഒരുപാട് പേര് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം അവരുടെ ഫോൺസിൽ വെർട്ടിക്കൽ ആയിട്ടുള്ള ഗ്രീൻ ലൈൻസ് വരുന്നുണ്ട്. ഇത് ഗ്രീൻ ലൈൻസ് ആവാം, അല്ലെങ്കിൽ വൈറ്റ്, പിങ്ക്, ഇങ്ങനെ പല കളറിലും വെർട്ടിക്കൽ ആയിട്ടുള്ള ലൈൻസ് വരുന്നുണ്ട്. സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്തതിന് ശേഷമാണ് ഈ ഒരു കംപ്ലൈൻറ്റ് അവരുടെ ഫോൺസിൽ വന്നിട്ടുള്ളതെന്നാണ് അവർ പറഞ്ഞത്. ശരിക്കും ഇതിനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്യുമ്പോൾ തന്നെയാണ് ഈ ഒരു കംപ്ലൈൻറ്റ് വരുന്നത്. നോർമലി സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് ബഗ്സ് വരും. ആ ബഗ്സൊക്കെ അടുത്ത സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് വരുമ്പോൾ ഫിക്സ് ആവുന്നതാണ്. പക്ഷേ ഈ ഒരു ഡിസ്പ്ലേൻ്റെ കാര്യത്തിലോട്ട് വരുമ്പോൾ ഇനി എത്ര സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് വന്നു കഴിഞ്ഞാലും ഈ വെർട്ടിക്കൽ ആയിട്ടുള്ള ഗ്രീൻ ലൈന് ആ ഡിസ്പ്ലേയിൽ നിന്ന് പോവേയില്ല. സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് വഴി വന്ന ഈ ഒരു കംപ്ലൈൻറ്റ് ഡിസ്പ്ലേൻ്റെ ഹാർഡ്വെയർ കംപ്ലൈൻ്റ് ആയിട്ട് മാറിയിരിക്കുകയാണ്. ഈ ഒരു വെർട്ടിക്കൽ ആയിട്ടുള്ള ഗ്രീൻ ലൈൻ സോഫ്റ്റ്വെയർ കംപ്ലൈൻ്റ് ആണോ ഹാർഡ്വെയർ കംപ്ലൈൻ്റ് ആണോ എങ്ങനെ ചെക്ക് ചെയ്യുക എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞുതരാം. ഒന്ന് നിങ്ങളുടെ ഫോൺ ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യുക. റീസ്റ്റാർട്ട് ചെയ്യുമ്പോഴും ഈ ഒരു സെയിം ലൈന് കാണിക്കുന്നുണ്ടെങ്കിൽ അത് ഡിസ്പ്ലേയുടെ കംപ്ലൈൻ്റ് ആണ്. പിന്നെ ചെയ്യാവുന്നത് നിങ്ങളുടെ ഫോണിൽ ഒരു സ്ക്രീൻഷോട്ട് എടുത്തതിന് ശേഷം ആ ഒരു ഫോട്ടോ സൂം ചെയ്ത് നോക്കുക. ആ ഒരു ഫോട്ടോയിൽ ഈ ഒരു ഗ്രീൻ ലൈൻ ഉണ്ടെങ്കിൽ അത് സോഫ്റ്റ്വെയറിൻ്റെ കംപ്ലൈൻ്റ് ആണ്. അങ്ങനെ സ്ക്രീൻഷോട്ടിൽ ഗ്രീൻ ലൈൻ കാണിക്കുന്നില്ല എങ്കിൽ അത് ഡിസ്പ്ലേയുടെ കംപ്ലൈൻ്റ് ആണ്, ഹാർഡ്വെയർ കംപ്ലൈൻ്റ് ആണ്. ഈ ഒരു കംപ്ലൈൻറ്റ് എങ്ങനെയാണ് വരുന്നത് നമുക്ക് നോക്കാം. ബേസിക്കലി ഡിസ്പ്ലേസ് രണ്ട് ടൈപ്പാണുള്ളത്. ഒന്ന് LCD, ഒന്ന് OLED. LCD ഡിസ്പ്ലേയിൽ വിഷ്വൽസ് തെളിഞ്ഞ് കാണാനായിട്ട് ബാക്ക് ലൈറ്റിൻ്റെ ആവശ്യമുണ്ട്. LCD ഡിസ്പ്ലേയുടെ അകത്തായിട്ട് നോക്കുകയാണെങ്കിൽ ഒരുപാട് ലെയേഴ്സ് വരുന്നുണ്ട്. ഡിസ്പ്ലേയുടെ താഴെ തന്നെ ഒരു LED ബാക്ക് ലൈറ്റും നൽകിയിട്ടുണ്ടാവും. ഈ ഒരു LEDs ആണ് ആ ഒരു ഡിസ്പ്ലേക്ക് വേണ്ട ടോട്ടൽ ലൈറ്റും പ്രൊവൈഡ് ചെയ്യുന്നത്. ഈ ലെയേഴ്സിൻ്റെ ഉള്ളിലൂടെ ആയിട്ടാണ് ഈ ഒരു ലൈറ്റ് പാസ് ചെയ്ത് ആ ഫോൺസിലുള്ള വിഷ്വൽസ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. എന്നാൽ AMOLED ഡിസ്പ്ലേൻ്റെ കാര്യത്തിലോട്ട് വരുമ്പോൾ AMOLED ഡിസ്പ്ലേയിൽ ബാക്ക് ലൈറ്റിൻ്റെ ആവശ്യമില്ല. AMOLED ഡിസ്പ്ലേയിൽ വരുന്ന ഓരോ പിക്സൽസും സ്വയം പ്രകാശിക്കാൻ ശേഷിയുള്ളവയാണ്. അതുകൊണ്ട് തന്നെ AMOLED ഡിസ്പ്ലേയിലുള്ള ലെയേഴ്സ് എല്ലാം വളരെ തിക്കായിട്ട് പേസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. ഞാനിപ്പോൾ നിങ്ങൾക്ക് LCD ഡിസ്പ്ലേൻ്റെ അകത്തുള്ള ലെയേഴ്സൊക്കെ ഞാൻ സെപ്പറേറ്റ് ആക്കി കാണിച്ചു തന്നു. പക്ഷേ AMOLED ഡിസ്പ്ലേയിൽ നോക്കുകയാണെങ്കിൽ ഇങ്ങനെ ലെയേഴ്സ് സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കില്ല. പൊട്ടിച്ചെടുക്കുക അല്ലെങ്കിൽ പറിച്ചെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കുള്ളൂ. അത്രയ്ക്കും തിക്കായിട്ടാണ് ഈ ഒരു ലെയേഴ്സ് എല്ലാം വെച്ചിരിക്കുന്നത്. ഈ ഒരു AMOLED ഡിസ്പ്ലേയിലുള്ള പിക്സൽസ് എല്ലാം സോഫ്റ്റ്വെയർ വഴി ഓൺ ചെയ്യാനും ഓഫ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ്. ഇതിനൊരു പെർഫെക്റ്റ് എക്സാമ്പിളാണ് ഐഫോൺ ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് ലോഞ്ച് ചെയ്ത iPhone 14 Proയിലുള്ള OLED ഡിസ്പ്ലേ. ആ ഒരു ഡിസ്പ്ലേയിൽ ഒരു ഡൈനാമിക് ഐലാൻഡ് എന്നുള്ള ഒരു സംഭവം അവർ കൊണ്ടുവന്നിട്ടുണ്ട്. ആക്ച്വലി ഈ ഡൈനാമിക് ഐലാൻഡിൻ്റെ ഉള്ളിൽ എന്താണ് വരുന്നതെന്ന് ചോദിക്കുകയാണെങ്കിൽ ഫേസ് ID ക്യാമറ, ഒരു ഐ ഷേപ്പിലാണ് ഇതിൻ്റെ നോച്ച് വരുന്നത്. ഈ ഒരു ഫേസ് IDൻ്റെയും ക്യാമറൻ്റെ ഇടയിലുള്ള ആ ഡിസ്പ്ലേൻ്റെ ആ സെക്ഷനില്ലേ, അത് സോഫ്റ്റ്വെയർ വഴി അവർ ഓഫ് ചെയ്തിട്ട് ബ്ലാക്ക് ആക്കി. അങ്ങനെയാണ് ഈ ഒരു ഡൈനാമിക് ഐലാൻഡിൻ്റെ രൂപത്തിലോട്ട് ഈ ഒരു ഐഫോണിൻ്റെ ഡിസ്പ്ലേ മാറിയത്. ഇപ്പോൾ നിങ്ങൾക്ക് കാര്യം മനസ്സിലായല്ലോ, സോഫ്റ്റ്വെയർ വഴി ഡിസ്പ്ലേ കൺട്രോൾ ചെയ്യാൻ സാധിക്കും എന്നുള്ള കാര്യം. ഇതേപോലെ ഡിസ്പ്ലേ സോഫ്റ്റ്വെയർ ഉണ്ടാകുന്ന ബഗ്സ് കാരണമാണ് ഈ ഒരു ഗ്രീൻ ലൈന് വരുന്നത്. നോർമലി സോഫ്റ്റ്വെയറിൽ ബഗ്സ് ഉണ്ടെങ്കിൽ അത് അടുത്ത അപ്ഡേറ്റിൽ ഫിക്സ് ആവും. പക്ഷേ ഈ ഒരു ബഗ്സ് വഴി ആ ഒരു OLED ഡിസ്പ്ലേയിലുള്ള പിക്സൽസ് ഡാമേജ് ആവുകയാണ്. അങ്ങനെ ഡാമേജ് ആവുമ്പോഴാണ് ഈ ഒരു വെർട്ടിക്കൽ ആയിട്ടുള്ള ലൈൻസ് വരുന്നത്. ഈ ഒരു കംപ്ലൈൻറ്റ് ഇനി എത്ര സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാലും പോകാൻ പോകുന്നില്ല. ഇതിനൊരു ഒറ്റ സൊല്യൂഷൻ മാത്രമേ ഉള്ളൂ, ഡിസ്പ്ലേ മാറ്റുക എന്നുള്ളത്. ഈ വീഡിയോ കാണുന്ന ചിലരെങ്കിലും ഈ ഒരു കംപ്ലൈൻറ്റുമായിട്ട് സർവീസ് സെൻറ്ററിലോട്ട് പോയിട്ടുണ്ടാവും. സർവീസ് സെൻറ്ററിൽ നിന്ന് കിട്ടിയ മറുപടി ഡിസ്പ്ലേ മാറ്റുക, അതിന് 15,000 രൂപ അല്ലെങ്കിൽ 20,000 രൂപ ആവും. അപ്പോൾ നിങ്ങളത് മാറ്റേണ്ടി വരും എന്നാണ് കമ്പനീസ് പറയാം. ശരിക്കും ഈ ഒരു കംപ്ലൈൻറ്റ് വരാനുള്ള കാരണം ബ്രാൻഡ്സ് തന്നെയാണ്. അവർ തന്ന സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്തതിന് ശേഷമാണ് ഈ ഒരു കംപ്ലൈൻറ്റ് നമ്മളുടെ ഡിസ്പ്ലേയിൽ വരുന്നത്. അപ്പോൾ അത് ഫ്രീ ആയിട്ട് മാറ്റി തരേണ്ട കടമയും ബ്രാൻഡ്സിന് തന്നെയാണ് ഉള്ളത്. പക്ഷേ പല സർവീസ് സെൻറ്ററിലും പോയി കഴിഞ്ഞാലും ഈ ഒരു ഡിസ്പ്ലേ പൈസ വാങ്ങിയിട്ടാണ് മാറ്റി കൊടുക്കുന്നത്. നിങ്ങളുടെ ഫോണിൽ ഇങ്ങനെ ഒരു കംപ്ലൈൻറ്റ് വരികയാണെന്നുണ്ടെങ്കിൽ പൈസ കൊടുത്ത് നിങ്ങൾ മാറ്റേണ്ട ആവശ്യമില്ല. അത് കമ്പനിയുടെ ഭാഗത്തു നിന്നുണ്ടായ ഫാൾട്ട് കൊണ്ടുണ്ടായ ഒരു കംപ്ലൈൻ്റ് ആണ്. അപ്പോൾ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ടതും ബ്രാൻഡ്സ് തന്നെയാണ്. അവർ ഫ്രീ ആയിട്ട് ഈ ഒരു ഡിസ്പ്ലേ മാറ്റി തരേണ്ടതായിട്ടുണ്ട്. വാറണ്ടി ഉള്ള ഫോൺസിനാണെങ്കിൽ ഈ ഒരു ഇഷ്യൂ വരുന്നില്ല. പക്ഷേ വാറണ്ടി കഴിഞ്ഞ ഫോണിനാണ് ഈ ഒരു കംപ്ലൈൻറ്റ് വരുന്നതെങ്കിൽ അവർ ഫ്രീ ആയിട്ട് മാറ്റി തരുമോ ചോദിക്കുകയാണെങ്കിൽ മാറ്റി തരും.
മാറ്റി തന്നിട്ടുണ്ട്. ഇതേപോലെ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, വിവോയുടെ X50 Pro എന്നുള്ളൊരു ഫോണ് ഇങ്ങനെ വെർട്ടിക്കലായിട്ട് ലെൻസ് വന്നിട്ട് അവൻ സർവീസ് സെൻ്ററിലോട്ട് പോയി കൊടുത്തിട്ടുണ്ട്, മാറ്റി തന്നിട്ടുണ്ട് ഫ്രീ ആയിട്ട്. വിവോയുടെ ഫോണാണ്, മാറ്റി തന്നിട്ടുണ്ട്. ഇനി എനിക്കുണ്ടായ ഒരു അനുഭവം പറയാം. എൻ്റെ കയ്യിൽ ഒരു വിവോയുടെ X50 എന്നുള്ളൊരു ഫോൺ കിട്ടിയിരുന്നു. അതെൻ്റെ ഫ്രണ്ട്സ് വഴി വന്നാണ്. ഇങ്ങനെ ഒരു വെർട്ടിക്കലായിട്ട് ലൈൻ വന്നിട്ടുണ്ട്, എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ച് എൻ്റെ കയ്യിൽ തന്നാണ്. അതിൻ്റെ ഫോട്ടോ ഞാനിപ്പോൾ ഷെയർ ചെയ്യുന്നുണ്ട്. ഇത് ഞാൻ എൻ്റെ കൈപ്പട എടുത്താണ്, നെറ്റിൽ നിന്ന് കിട്ടിയ ഫോട്ടോ അല്ല. അപ്പം ഞാൻ ഈ ഒരു ഫോണുമായിട്ട് വിവോയുടെ സർവീസ് സെൻ്ററിൽ പോയി ചോദിച്ചു. വാറണ്ടി ഇല്ലാത്ത ഫോണാണ് കേട്ടോ. അപ്പോൾ അവർ പോയപ്പം പറഞ്ഞ് ഞങ്ങൾ ഡിസ്പ്ലേ ഓർഡർ ചെയ്തിട്ടുണ്ട്, ഡിസ്പ്ലേ എത്തിയ ഉടനെ വിളിക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു ഇതിന് പൈസ വരുമോ എന്ന് ചോദിച്ചു. അപ്പോൾ അവർ പൈസേനെ കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല, ഫ്രീ ആയിട്ട് തന്നെ മാറ്റി തരാം, ഞങ്ങൾ ഫോൺ ചെക്ക് ചെയ്തിട്ട് കമ്പനിക്ക് അയച്ചു കൊടുക്കാം, അവരുടെ അടുത്ത് നിന്ന് റിപ്പോർട്ട് കിട്ടിയതിന് ശേഷം ഞങ്ങളിത് മാറ്റി തരാമെന്നാണ് പറഞ്ഞത്. വാറണ്ടി ഇല്ലാത്ത ഫോണിൻ്റെ ഡിസ്പ്ലേ മാറ്റി തരുന്നതിൽ ചില ലിമിറ്റേഷൻസ് ഒക്കെ ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ ആ ഫോൺ വേറെ എവിടെയൊന്നും അയച്ചിട്ടുണ്ടാകാൻ പാടില്ല. പിന്നെ ഫോണിന് സ്ക്രാച്ചോ ഡാമേജോ ഒന്നും തന്നെ ഉണ്ടാകാൻ പാടില്ല. ഫോണിൻ്റെ അകത്തോട്ട് ഒരു ഇച്ചിരി വെള്ളം പോയിട്ട് റസ്റ്റ് കയറിയിരുന്നാൽ പോലും ആ ഒരു ഡിസ്പ്ലേ നിങ്ങൾക്ക് മാറ്റി തരുന്നതല്ല, നിങ്ങൾ ഫുൾ പൈസ കൊടുത്ത് തന്നെ മാറ്റേണ്ടി വരും. ഈ പറഞ്ഞ കാര്യമൊക്കെ വാറണ്ടി ഉള്ള ഫോണിനും ബാധകമാണ് കേട്ടോ. പിന്നെ ചില സാംസങ്ങിൻ്റെ സർവീസ് സെൻ്ററിലൊക്കെ ഞങ്ങൾ ഇത്ര പെർസെൻറ്റേജ് ഒരു 15% പ്രൈസ് കുറച്ച് തരാം, നിങ്ങൾ മാറ്റിക്കോളി എന്ന് പറയാറുണ്ട്. അങ്ങനെ പറയുന്നതിലോട് ഞാൻ യോജിക്കുന്നില്ല. കാരണം അവരുടെ ഭാഗത്തു നിന്നുണ്ടായ ഒരു കംപ്ലയിൻ്റ് ആണ്. ആ ഒരു ഡിസ്പ്ലേ ഫ്രീ ആയിട്ട് മാറ്റി തരേണ്ട കടമ അവർക്ക് തന്നെയുണ്ട്. ഫിസിക്കൽ ഡാമേജസ് ഒന്നും നിങ്ങളുടെ ഫോണിൽ ഇല്ല, സ്ക്രാച്ചസ് ഒന്നും ഇല്ല, വെള്ളമൊന്നും കയറിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അവിടെ സംസാരിക്കുക. നിങ്ങൾ എന്താണെന്നുള്ള കാര്യം വ്യക്തമായിട്ട് സംസാരിക്കുക. നിങ്ങൾ മെല്ലെ പോയിട്ട് അവർ പറയുന്നത് കേട്ട് ഇങ്ങോട്ട് തിരിച്ചു വരാൻ നിൽക്കരുത്. അവർ മാക്സിമം നിങ്ങളെ ഒഴിവാക്കാനേ ശ്രമിക്കുള്ളൂ. കാരണം കമ്പനിക്ക് നഷ്ടം വരുന്ന ഒരു സംഭവമാണ് ഈ ഒരു ഡിസ്പ്ലേ. OLED ഡിസ്പ്ലേൻ്റെ പ്രൈസ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ബ്ലേഡ് റേറ്റ് ആണ്, ബ്ലേഡ് റേറ്റ് അല്ല, ആ ഡിസ്പ്ലേക്ക് ശരിക്കും അത്ര പ്രൈസ് വരുന്നുണ്ട്. അന്യായ പ്രൈസാണ് OLED ഡിസ്പ്ലേക്ക് വരുന്നത്. ആ ഒരു ഡിസ്പ്ലേ മരുന്ന പൈസ ഉണ്ടെങ്കിൽ പുതിയ ഫോൺ തന്നെ വാങ്ങാം. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനൊരു എക്സ്പീരിയൻസ് വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. AMOLED ഡിസ്പ്ലേ യൂസ് ചെയ്യുന്ന എല്ലാ ഫോൺസിലും തീർച്ചയായിട്ടും വരുന്ന ഒരു കംപ്ലയിൻ്റ് ആണ് ഇത്. അപ്പോൾ ഈ ഒരു കംപ്ലയിൻറ്റിനെ കുറിച്ച് നിങ്ങൾ അറിഞ്ഞിരിക്കുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്ത് കൊടുക്കുക, നിങ്ങളുടെ വീട്ടുകാർക്കോ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുത്തോളി, എന്നാലേ നമ്മുടെ ചാനലൊക്കെ റീച്ച് കിട്ടുള്ളൂ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. നമ്മുടെ ചാനൽ എല്ലാ ദിവസവും വൈകുന്നേരം 6 മണിയാവുന്ന സമയത്ത് വീഡിയോസ് പബ്ലിഷ് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ എൻ്റെ ഇൻസ്റ്റാഗ്രാം ഐഡി ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ഫോളോ ചെയ്ത് വെക്കുക. ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, പോയി ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കണ്ടുമുട്ടാം. ബൈ.